ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അലീനാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പിയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അവൽ ഉപ്പുമാ. അവൽ വെച്ചിട്ട് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, മഹാരാഷ്ട്രത്തെ ഫേമസ് പോഹ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. എൻ്റെ ചാനൽക്ക് ആദ്യമായിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി റെസിപ്പി കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഒരു 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടല ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് ഫ്രൈ ആയ ശേഷം ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും, എന്നിട്ട് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ സവാള. എന്നിട്ട് നമ്മൾ പച്ചമുളക് നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് എടുക്കട്ടോ. അവിടെ 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4-5 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കറിവേപ്പില പച്ചമുളക് ഇട്ട ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് പിങ്ക് കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിൽ ഒരു തക്കാളി ഇതിന് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കി കൊടുക്കാം. നല്ല മിക്സ് ആക്കി കൊടുക്കുക. ഇതിട്ടിട്ട് അത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി അവലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെളുത്ത അവലാണ്. ഇങ്ങനത്തെ അവൽ കിട്ടിയാൽ നല്ലതാണ് ഉപ്പുമാവക്ക്. ഇതൊരു 1/2 കിലോ ആവാട്ടോ. എന്നിട്ട് ഇത് കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുമ്പോൾ അധിക നേരം വെള്ളത്തിൽ വെക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ വെള്ളം പാർന്ന് കഴുകിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രെയിൻ ആക്കി എടുക്കണം. ഇതാണ് മെയിൻ സ്റ്റെപ്പ് ഈ അവൽ ഉപ്പുമാവിൻ്റെ. അപ്പോൾ നമ്മൾ അവലിൻ്റെ കട്ടീൻ്റെ അനുസരിച്ചിട്ട് വേണം വെള്ളത്തിൽ കുതിർത്താൻ വെക്കാൻ. ഒരു 2 മിനിറ്റൊക്കെ ആവാം. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് നമുക്കത് ഒരു ഓട്ടയിലെ പാത്രത്തിൽ വെള്ളം വാരാൻ വേണ്ടി വെക്കണം. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനത്തെ വെളുത്ത അവൽ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിക്കറും. അതില്ലെങ്കിൽ നമുക്ക് ഏത് അവൽ കിട്ടിയാൽ അതുകൊണ്ട് ഉണ്ടാക്കാം. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. ഇത് നമ്മൾ മസാല ഉണ്ടാക്കുന്ന കുറച്ച് മുമ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിന് ചേർത്തിട്ട് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ അവലിന് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ചോളും. എന്നിട്ട് നമ്മൾ അപ്പോൾ ഉള്ളി ഫ്രൈ ആക്കുന്നേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ഇതിന് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിനനുസരിച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ അവലിന് ചേർത്തിരുന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്താൻ. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തുമ്പോൾ നല്ല ബാലൻസ് ആയിക്കറോ, ടേസ്റ്റ് ആയിക്കറോ. നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് നല്ല ഒന്ന് ഫ്രൈ ആവണവർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായി ചോപ്പാക്കി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് അവലിട്ട് കൊടുക്കാം. അവലും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്ര സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സൗത്ത് ഇന്ത്യയിലും ചെയ്യും. കർണാടക ഭാഗത്തൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പ്രിഫർ ചെയ്യലുണ്ട്. നല്ല ടേസ്റ്റ് ആയിക്കരുത്. അപ്പോൾ നമുക്ക് ഈ അവൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് മുമ്പായിട്ട് ഞാൻ വെജിറ്റബിൾ ഉപ്മാ, വെജിറ്റബിൾ നൂഡിൽസ് എന്നൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽക്ക് ആദ്യമായിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് ആവശ്യമില്ല കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ഇടുമ്പോൾ. ഒരു പിടീൻ്റെ കുറച്ച് കുറവ് മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ആവാം. അതിട്ട് കൊടുക്കാം. ഇതൊക്കെ ഫൈനൽ സ്റ്റെപ്പാണ്. തേങ്ങ ഇട്ടിട്ട് കുറച്ച് നല്ല മിക്സ് ആക്കി കൊടുക്കുക. ഒരു 1/2 നാരങ്ങ നീരിനും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പകുതി നാരങ്ങ മതി. അതിൻ്റെ നീരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക. വേവാൻ ഒന്നുമില്ല ഇതിൽ. അവലൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കണം. നല്ല മിക്സ് ആക്കിയ ശേഷമാണ് നമുക്ക് അടച്ചു വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മൾ പോഹ റെഡി ആയിട്ടുണ്ട്. അവലുപ്മാ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് യെല്ലോ കളറാണ്. ഇതിൽ ക്യാമറയിൽ ജസ്റ്റ് ഒരു ഡിം ആയിട്ട് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ചൂടോടെ സെർവ് ആക്കി നോക്കാം.
നല്ല ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഹെൽത്തിയും കൂടിയാണ്. തീർച്ചയായും ഉണ്ടാക്കി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നല്ല ടേസ്റ്റി ആയിക്കാറ് അവർ തീർച്ചയായും ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ മിക്സർ. ടോപ്പിൽ കുറച്ച് മിക്സർ ഇട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിന് ഇനിയൊരു കോമ്പിനേഷനാണ് മുളക് ബജ്ജി. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. നല്ലൊരു ടേസ്റ്റിയുള്ള ഒരു മുളക് ബജ്ജി റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെസിപ്പി ഒന്ന് ടേസ്റ്റാക്കി നോക്കാം. നല്ലൊരു ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും ഉണ്ടാക്കി നോക്കാം, ഇഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ എൻ്റെ ചാനൽക്ക് ആദ്യമായിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.